ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഒരു കോഴ്സിനെ പറ്റിയാണ്. BSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു MLTയുടെ കോഴ്സാണ്. അപ്പോൾ ഇത് പഠിച്ച് പരിചയമുള്ള വർഷങ്ങൾ വേസ്റ്റാക്കിയ ഒരാളെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സിന് ചേരുമ്പം കുറേ ഡൗട്ടുകളുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അതിൽ ഞാൻ ഓർത്തു വാല്യൂ ഇല്ലാത്ത കോഴ്സുകളും വാല്യൂ ഉള്ള കോഴ്സുകളും ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. അതിൽ ഒന്നാമത്തെ സാധനമാണ് ഈ BSS എന്ന് പറയുന്നത്. ഇത് ഞാനും പഠിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാല്യൂ ഉള്ള കോഴ്സ് പഠിച്ചത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഭാരത് സേവ സമാജ്. ഇത് ഭാരതത്തിൽ എവിടെയാണ് വാല്യൂ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൽ എന്തായാലും ഇതിന് വാല്യൂ ഇല്ല, പാരാമെഡിക്കൽ രജിസ്ട്രേഷനും ഇല്ല. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് +2 ഫെയിലാണെങ്കിൽ വിഷയമില്ല. +2 ഏത് സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. 10ാം ക്ലാസ് പാസ്സാണെങ്കിലും ഫെയിലാണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അഡ്മിഷൻ വരുന്നത്. ഏത് ആൾക്കാർക്കും വന്ന് ജോയിൻ ചെയ്യാൻ പഠിക്കാം. 6 മാസത്തേതുണ്ട്, 1 വർഷത്തേതുണ്ട്, 3 മാസത്തേതുണ്ട്, 2 വർഷത്തേതുണ്ട്. എല്ലാ രീതിയിലും ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും ജോലി കിട്ടുകയില്ല. കിട്ടിയാലും 5000 രൂപയ്ക്ക് മേളിൽ ശമ്പളം കിട്ടുകയില്ല. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും ചെറിയ ചെറിയ ക്ലിനിക്കുകളിൽ, തീരെ ചെറിയ ഹോസ്പിറ്റലുകളിലൊക്കെ. പക്ഷേ അവിടെ പോലും ഇപ്പം എന്തിനു പറയുന്നു, ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇവരെടുക്കുന്നത് പാരാമെഡിക്കൽ രജിസ്ട്രേഷനുള്ള ആൾക്കാരെയാണ്. ഈ BSS പഠിച്ചവരെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോലും വേണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോലും ഒരു ഇൻസ്പെക്ഷനോ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ കോഴ്സ് പഠിക്കാത്ത വേറെ സർട്ടിഫിക്കറ്റുള്ള ആൾക്കാരെയാണ് ഈ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ, ഈ പഠിപ്പിക്കുന്ന ഹോസ്പിറ്റലുകാർ നിർത്തുന്നത്. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ഈ സർട്ടിഫിക്കറ്റിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല ഇതിന് എവിടെയാണ് വാല്യൂ ഉള്ളതെന്ന്. കേരളത്തിൽ എന്തായാലും ഇല്ല. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PSC രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തൊരു ജോലി കിട്ടുകയില്ല. കാരണം എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർ ഈ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ എടുക്കുകയില്ല. പിന്നെ എന്താണ്, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഇതുമില്ല. ഒരു സ്ഥലത്തും അപ്ലൈ ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ ഒന്നും പറ്റില്ല. പിന്നെ നമുക്ക് പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇനിയത്തെ കാലത്ത് നമുക്ക് പുറത്ത് പോകാൻ പോലും പറ്റുള്ളൂ. എനിക്കറിയാം BSS പഠിച്ചിട്ട് പുറത്ത് പോയ ആൾക്കാരൊക്കെ കുവൈറ്റൊക്കെ പോയിട്ടുണ്ട് ഫ്ലിബോട്ടമിസ്റ്റായിട്ട്. പക്ഷേ ഇനി വരുന്ന സമയങ്ങളിൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ കോഴ്സും പാരാമെഡിക്കൽ രജിസ്ട്രേഷനും ഉള്ളവരെയാണ് പുറത്തേക്ക് പോലും ആൾക്കാർ ഇൻ്റർവ്യൂ വഴി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ 10ാം ക്ലാസ് ഫെയിലാണെങ്കിലും +2 ഫെയിലാണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. ഈ BSS പോലുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വർഷങ്ങൾ വേസ്റ്റാവും. കാരണം ആൾക്കാർ നോക്കുന്നത് എന്താണ്, പൈസ കുറവുള്ള, പെട്ടെന്ന് ജോലി കിട്ടുന്ന, ഫീസ് കുറവുള്ള ഒരു കോഴ്സാണ് നോക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരും ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സിലും ഫാർമസിയിലും ഒക്കെ ചെന്ന് പെടുന്നത്. പക്ഷേ ഈ സംഭവത്തിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ DMEയുടെ ഒക്കെ ലാബ് ടെക്നീഷ്യൻ്റെ പഠിക്കുന്ന പോലെ തന്നെ അത്രയും ഫീസും ആകുന്നില്ല ഈ കോഴ്സിന്. അന്ന് വെച്ച് നമ്മൾ ഫീസ് ആകുന്നില്ലെന്ന് വെച്ച് ഇങ്ങനെയുള്ള ഉടായ്പ കോഴ്സുകൾ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ഒരു പണി കിട്ടുന്നത്. പൈസ പോവുകയില്ല, പക്ഷേ ജോലി കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ BSS പോലുള്ള കോഴ്സുകൾ 10ാം ക്ലാസ് ഫെയിലാണെങ്കിൽ പോലും പോയി ചേരാതിരിക്കുക. വേറെ എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരുക. ഈ കോഴ്സിന് ചേർന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വാല്യൂ ഇല്ല. വേറെ എവിടെയും വാല്യൂ ഉണ്ടോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എനിക്കറിയത്തില്ല. കേരളത്തിൽ എന്തായാലും ഈ സാധനം പഠിച്ചിട്ട് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. എനിക്ക് 100% ഉറപ്പാണ്. ഏത് ഗവൺമെൻറ് ഇൻ്റർവ്യൂവിന് ചെന്നാലും അവർ എഴുന്നേൽപ്പിച്ച് വിടും. അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ BSS പഠിച്ചവരോട് എഴുന്നേറ്റ് പൊക്കോളാൻ പറയുന്ന സാധനം വേണം എടുക്കാം. കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി ഇൻസൾട്ടായി എഴുന്നേറ്റ് പോയി മടുത്ത് കഴിഞ്ഞിട്ടാണ് എങ്ങനെയോ ദൈവം അനുഗ്രഹിച്ച് ഒന്നുകൂടെ പഠിക്കാനൊരു അവസരം കിട്ടി. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കോഴ്സ് പഠിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കുറച്ച് പൈസ ഉള്ളെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുക. 10ാം ക്ലാസ് ഫെയിലാണെങ്കിലും വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുക. ഇമാതിരി സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ല, വാല്യൂ ഇല്ല ഇതിന് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ BSS പഠിച്ചിട്ട് ഗവൺമെൻറ് നിൽക്കുന്ന ഒരാളെങ്കിലും നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിന് പോയി ചേരാം. അപ്പോൾ ശരി ഗൈസ്, ഇത്രയാണ് പറയാനുള്ളത് ഈ കോഴ്സിനെ പറ്റി. BSSൻ്റെ MLT കോഴ്സിനെ പറ്റി. ഫാർമസിയുടെ കോഴ്സ് ഇതുപോലെ തന്നെയാണ്, അതിന് രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ BVOCൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചു. അതിനും വാല്യൂ ഇല്ല, രജിസ്ട്രേഷൻ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാമെന്ന് അന്വേഷിച്ചിട്ട്, ഈ സാധനം ഞാൻ പഠിച്ചതായതുകൊണ്ട് എനിക്ക് 100% ഉറപ്പായതാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരി ഗൈസ്, നിങ്ങൾ പോയി പെടാതിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.